നമസ്കാരം. പത്മജയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനിലൂടെ CPM-നെയും ഞെട്ടിക്കാൻ BJP. CPM-ലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയൊന്നും ഫലിച്ചേയില്ല. പാർട്ടി വിടില്ലെന്ന പ്രചാരണം തെറ്റിച്ചുകൊണ്ട് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്കെന്നാണ് സൂചനകൾ. BJP-യുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസിന് പിന്നാലെ ഇനി CPM-ലും കൊഴിഞ്ഞുപോക്കിന് തുടക്കമിട്ടു. ഇരുപക്ഷങ്ങളിലെയും നിലവിലെ ശോചനീയ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പിണറായി ആണെങ്കിൽ കുടുംബം നടത്തിപ്പും കോൺഗ്രസ് ആണെങ്കിലും കുടുംബവാഴ്ചയും അണികൾക്ക് കാര്യമായ റോളൊന്നും ഇല്ലാതെ തന്നെ വെറുതെ മൂടതാംഗങ്ങളാവുന്ന അവസ്ഥയിൽ കൊഴിഞ്ഞുപോക്കിന്റെ ഒരു ട്രെൻഡിംഗ് ആണ് നിലവിലുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നേതാവിന്റെ സകല ഗുണങ്ങളുമുള്ള മോദി മുന്നിൽ നിന്ന് നയിക്കുന്ന BJP-യിൽ ഇനി വിശ്വാസ്യത ഇല്ലാത്ത ആരാണ് രാജ്യത്തുള്ളത്? താഴേക്കിടയിൽ നിന്ന് മുതൽ സകല പൗരന്മാർക്കും വേണ്ടി പ്രയത്നിക്കുന്ന നേതാവാണ് BJP-യുടേത്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. തമിഴ്നാട്ടിലെ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. 20 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഡൽഹിയിലുണ്ട്. കേന്ദ്ര നേതാക്കളുമായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. BJP-യിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പങ്കെടുത്തിരുന്നു. ദേവികുളം നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് എസ് രാജേന്ദ്രൻ പങ്കെടുത്തത്. നേരത്തെ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്ന എസ് രാജേന്ദ്രൻ CPM അംഗത്വം പുതുക്കിയിരുന്നില്ല. പ്രാദേശിക നേതാക്കൾ വീട്ടിലെത്തി അംഗത്വ ഫോം നൽകിയിരുന്നുവെങ്കിലും സ്വീകരിച്ചിരുന്നില്ല. ഇതോടെ അദ്ദേഹം BJP-യിൽ ചേരുകയാണെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ CPM സ്ഥാനാർത്ഥി A രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിൽ എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിരുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും രാജേന്ദ്രൻ ഇതുവരെ അംഗത്വം പുതുക്കിയിരുന്നില്ല. സീനിയർ നേതാവായ തന്നെ അനുനയിപ്പിക്കാൻ വേണ്ടി ജൂനിയർ നേതാക്കളെ വിട്ടത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അന്ന് രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ. മൈക്കിൽ കൂടെ പ്രസംഗിച്ച നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല. പാർട്ടിയുടെ മുന്നിൽ 1000 വട്ടം തോൽക്കാം, പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല, രാജേന്ദ്രൻ പറഞ്ഞു. CPM നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് പാർട്ടി എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ പോലും മാറ്റിവെച്ച് പാർട്ടി വിടാൻ അവർ മനസ്സ് വെക്കണമെങ്കിൽ അതിന് പിന്നിലെ കാരണം ചില വ്യക്തികളാണ്, അവരുടെ അടക്കി വാഴ്ചയാണ്. അത് തന്നെയാണ് ഇവിടെ രാജേന്ദ്രൻ അടിവരയിട്ട് പറയുന്നത്. ഇതോടെയാണ് രാജേന്ദ്രൻ പാർട്ടി വിടുമെന്നത് ഉറപ്പായത്. BJP-യുടെ ചെന്നൈയിൽ നിന്നുള്ള നേതാക്കളും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു. പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ എസ് രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രാദേശികമായ നേതൃസ്ഥാനം അടക്കമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ നിബന്ധനകളിൽ എന്തെല്ലാം ധാരണ ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തവുമല്ല. ഇനി എന്തായാലും രാജേന്ദ്രന് പിന്നാലെ അടുത്തത് ആരാണ് CPM-ൽ നിന്നും BJP-യിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. തീർച്ചയായും അതുണ്ടാകും, അത് ഉറപ്പാണ്. അടുത്തത് ആര് എന്നതിലാണ് സംശയമുള്ളത്. ഒന്നുറപ്പ്, മോദി ഭരണം ഉണ്ടാക്കിയ ഓളം അത്ര നിസ്സാരമല്ല. അത് ഇവിടെയും തെളിയുകയാണ്.